തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 4 മണി മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തങ്കയങ്കി ദർശനത്തിനുള്ള അവസരം ഭക്തർക്കുണ്ടായിരുന്നു. തങ്കയങ്കി ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് ആറന്മുളയിലേക്ക് എത്തിയത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം രാജു ഒപ്പം തന്നെ മറ്റ് പ്രതിനിധികൾ എല്ലാവരും ഈ തങ്കയങ്കി രഥഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട്? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തിരക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ക്രമമായും ചിട്ടയായും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇത് ആരംഭിച്ചു കഴിഞ്ഞു. തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. 26-ാം തീയതി വൈകിട്ട് ഇത് സന്നിധാനത്ത് എത്തിച്ചേരും. അപ്പോഴവിടെ ഞങ്ങൾ ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെ അത് സ്വീകരിച്ച് ആചാരപ്രകാരമുള്ള ചാർത്തൽ നടത്തി 27-ാം തീയതി മണ്ഡല പൂജ. 27-ാം തീയതി മണ്ഡല പൂജ. ആ മണ്ഡല പൂജയോടുകൂടി ഉച്ചയോടുകൂടി അവസാനിച്ച് പിന്നീട് നട കുറച്ച് ദിവസം അടച്ചിടും. അത് കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്നത് ശബരിമല ദർശനത്തിന് വേണ്ടിയിട്ടും ഈ നമ്മുടെ മകരജ്യോതി അത് കാണുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഒക്കെയുള്ള ദിവസങ്ങളാണ് പിന്നീട്. അപ്പോൾ മകരവിളക്ക് എത്ര അയ്യപ്പ ഭക്തന്മാരെത്തിയാലും കാണാൻ അവർക്ക് ദർശനം ഒരുക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേവസ്വം മന്ത്രി കൂടെ പങ്കെടുത്തൊരു അവലോകന യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്രമീകരിച്ച് വരികയാണ്. ഇന്നിപ്പോൾ ആറന്മുളയിൽ തന്നെ പുലർച്ചെ 4 മണി മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ്. ശബരിമലയിലും അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശബരിമലയിൽ ഇപ്പോൾ ഏതാണ്ട് ശരാശരി പറഞ്ഞാൽ ഒരു 90,000 1 ലക്ഷത്തോളം ആളുകൾ ഓരോ ദിവസവും സന്ദർശനം നടത്തി വരികയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം കൂടാനാണ് സാധ്യത. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഈ ശബരിമലയിലും ഒപ്പം തന്നെ ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.